അവളവിടെ ഉണ്ടോ? ജോമോളുണ്ടോ? ജോമോളോ ആ പിന്നെ അവിടെ പോവും. അവളല്ല കുടുംബത്ത് ജോലിക്ക് പോകും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു, അരി കഴുകി വെച്ചു. വാനോട് പാല് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഏറ്റു പോയി പാല് പിടിക്കടാ. ഏറ്റിട്ട് ഏറ്റിട്ട് അങ്ങനെ കിടക്കുവാണ്. നമ്മൾ കുഞ്ഞിപ്പശുവിന് രാവിലെ കാലിത്തീറ്റ കൊടുക്കാനുണ്ട്. ചെന ആയതുകൊണ്ട് സാധാ കാലിത്തീറ്റയാണ്. പഴങ്കഞ്ഞിയും കാടിയിലാണ് ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ ഒഴിച്ചു വേണം കൊടുക്കാനായിട്ട്. അടുപ്പിലങ്ങനെ തീകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാടിയെല്ലാം കൂടെ കലക്കി. കാടിയും കാലിത്തീറ്റയും കൂടെ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്ന് കാലിത്തീറ്റ ലയിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പശുവിന് എടുത്ത് കൊടുക്കാം. കുഞ്ഞിപ്പശു അങ്ങനെ തീറ്റ തരാൻ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. ലെഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കപ്പച്ചവറക്കൂട്ട് കുറച്ചുണ്ടായിരുന്നു, അരിഞ്ഞു കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കപ്പ കൊടുത്തിട്ടുണ്ട്, അതവൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബാക്കി അത് കൊടുക്കുന്നതായിരിക്കും. രാവിലെ ചെറിയ തോതിൽ മഞ്ഞുണ്ട്, പക്ഷേ വൈകിട്ട് വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. ചെറിയ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ചൂടിൻ്റെ അനുസരിച്ച് സാധാരണ നല്ല തണുപ്പ് വരേണ്ടതാണല്ലോ. ഇത് നമ്മുടെ കിളികളൊന്നും വന്നിട്ടില്ലല്ലോ. നേരം വിളക്കാതെ ആരും വരികയില്ലെന്ന് തോന്നുന്നു. ഇവാനപ്പം അമ്മയ്ക്കുള്ള ചായക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. അടുപ്പിലെ തീച്ച കിട്ടുപോയെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഈ കുട്ടി രാവിലെ ആയിട്ട് എന്നാ പരിപാടി? എന്നാ തലേണയൊക്കെ കൊടുക്കണ്ട വെച്ചാൽ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ചെറിയ കപ്പിനകത്ത് കൊടുത്ത ചായ, അമ്മയുടെ ചായ ഇത് കുടിച്ചോ. അടുപ്പിലെത്തി ഊർജ്ജസ്വലമായിട്ട് കത്തുന്നുണ്ട്. വെള്ളം ചൂടായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് മറിയുന്നുണ്ട്. അരികിട വെച്ച വെള്ളം ഇച്ചിരി കുടിച്ചു വെള്ളം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞിപ്പശുവിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാം. നമുക്ക് ഏക്കപ്പച്ചവറ് വാരിയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് പോതയും കൂടെ വെട്ടി ഇട്ട് കൊടുക്കണം. എല്ലാവരും മിക്സ് ചെയ്താണ് കൊടുക്കണം. ചെനയായിട്ടിരിക്കുന്ന സമയമല്ലേ. ഒരു ചൂട് പോതയും കൂടെ വെട്ടിയിട്ട് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പോത വെട്ടാൻ പോകുമ്പോഴത്തേന് നമ്മൾ ഷർട്ടിട്ടുണ്ടേ പോകുള്ളൂ. അല്ലേനെ ചേച്ചി പോതയുടെ ഇലയുടെ വരുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് കൈയും കല്ലെല്ലാം മുറിയും. അതുകൊണ്ട് ഇനി പോത വെട്ടാൻ പോകും. നമുക്ക് പോത വെട്ടാനായിട്ട് പോകാം. മുഴുവൻ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. അത് കണ്ടല്ലോ, മുഴുവൻ കരികിലയായി. ഇലയെല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മഞ്ഞുണ്ട്. പോതയിൽ ഉണങ്ങിപ്പോവാണ്. ഈ സ്ഥലത്തിലെ മണ്ണിന് വലിയ ആയമില്ല, പാറയാണ് അടിയിൽ. അതുകൊണ്ട് ജലാംശം നിൽക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് പോതയെല്ലാം ഉണങ്ങി കരിഞ്ഞു പോകും. കേട്ടോ, കിളുത്ത് തന്നെ എല്ലാം കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പാടി കരിഞ്ഞു പോകും. രാവിലെ നല്ല മഴക്കാറുണ്ട്. സൂര്യൻ കുഞ്ഞിങ്ങി പൊങ്ങി വന്നിട്ടില്ല. നമ്മുടെ പാട്ടികളൊക്കെ ഒറ്റയ്ക്കായിട്ട് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടേ. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ കുഞ്ഞിപ്പണി തിന്നുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് അവിടെ ചാണകം തൂത്ത് കുഴിയിലോട്ടിടാൻ പോവാണ്. അമ്മ രാവിലെ അതൊക്കെ വന്നിപ്പുണ്ട്. എന്നാ ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചോ? ചായ കുടിച്ചോ? വിവാൻ എന്നാ എടുക്കുക? വിവാൻ അവിടെ എന്നാ എടുക്കുക? വിവാൻ എന്നാ എടുക്കുവാന്ന്? വിവാനേ അമ്മ നോക്കിയില്ല, അവിടെ കിടപ്പുണ്ടോ? അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ ഇന്നലെ വൈകിട്ട്. അമ്മയ്ക്ക് കൂട്ടുകിടന്ന വിവാനാ കേട്ടോ. ഇന്നലെ അമ്മയുടെ കൂടെ കൂട്ടുകിടന്ന വിവാനല്ലേ? കൂട്ടുകിടന്ന വിവാനാന്നേ.
ആ അവനേറ്റ് എന്ത് ചായ ഉണ്ടാക്കി തന്നില്ലേ രാവിലെ? ഞാൻ അവിടെ അപ്പുറത്ത് പോയി കിടക്കുമായിരിക്കും. പുള്ളിയുടെ ഉറക്കം പോയില്ല വൈകിട്ട് താമസിച്ച് കിടന്ന. ഏ ആ അമ്മയുടെ കൂടെ കിടക്കണല്ലേ? അമ്മയ്ക്ക് ഒരാൾ കൂട്ട് വേണ്ടേ? എവിടെ? അത് ഇച്ചിരിയേ ഉള്ളൂ, കൊതി വിടാതെ. ഇത് ഇച്ചിരി കോലേ ഉള്ളെന്ന്. നമ്മുടെ കുഞ്ഞു പശുവിന് കൊടുക്കണ്ടേ? ആ ശകലം കോലേ ഉള്ളൂ. ഇന്ന് മഴക്കാറാ ഉണ്ടോ, മഞ്ഞും മഴക്കാറും കൂടിയാ. അപ്പം കഞ്ഞി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ശകലം പാത്രമേ തേച്ച് കഴുകാനുള്ളൂ, വലിയ കാര്യമായിട്ടില്ല. എല്ലാം അവൾ ഇന്നലെ കറിയൊക്കെ ഉണ്ടാക്കിയെല്ലാം ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നുണ്ട്. ഇന്ന് എല്ലാം കഴുകി വെച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 2-3 പാത്രമേ ഉള്ളൂ, അതങ്ങ് തേച്ച് കഴുകിയേക്കാം. നമ്മൾ പാത്രമെല്ലാം കഴുകി തട്ട വെച്ചു. കുഞ്ഞുപശയോടെ ഒന്ന് മയത്തിന് തിന്നുകൊണ്ടിരിക്കുവാണ്. സൂര്യൻ ഉദിക്കുന്നില്ല എന്തായാലും ഇതേവരെ. അമ്മയുടെ മരുമകളാണ്. അമ്മയുടെ മരുമകളാണ്. രാവിലെ ഏറ്റിട്ട് ഓർക്കുന്നില്ലേ? രാവിലെ എണീറ്റിട്ട് ഓർക്കുന്നില്ലേന്ന്? ലീലാമ്മേനെ മറന്നുപോയാന്നു. ചേച്ചി എപ്പോഴാ വന്നേ? ഇല്ല, അവനോട് കിടക്കുന്നു. എന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അടുത്ത ട്രിപ്പ് കിടക്കുക. കുതിരക്കട്ടെ ഞാറുകുളം അവിടെ കുടുംബമായിട്ട് ജീവിക്കാണ്. കുഴപ്പമൊന്നുമില്ലല്ലേ? കാലാവസ്ഥയൊക്കെ മേടിക്കും. പരീക്ഷയല്ലേ? ഇന്നില്ല, അതിനിപ്പോ ഇനി തിങ്കളാഴ്ച പറ്റുള്ളൂ. കൊച്ചിനോട് എത്രയുണ്ട്? 2 പേര്. വലുതായോ? 2 പേരും വലുതായി. 2 പേരും വലുതായി. പഠിക്കുവല്ലേ? സാരമില്ല, കഴിയത്തരാം. പിന്നെ കഴിയത്തരാം. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതുകൊണ്ട് തോന്നുന്നത് അതവിടെ ഇരിക്കട്ടെ, കഴിയത്തരാം. വൈകിട്ടുണ്ട് കൂട്ടും പറഞ്ഞു പോയാ പിന്നെ പോയി കഴിക്കോ. എന്നാ ചെരുപ്പിട്ടോ. സാബുവിൻ്റെ ഒക്കെ പോകുന്നുണ്ടോ? അങ്ങോട്ട് പോയേക്കാ. സാബുവിൻ്റെ ഒക്കെ പോകുന്നുണ്ടോ? സാബുവിന്റെ വീട്ടിൽ പോവാ. ഇവിടെ പ്രത്യേകിച്ച് ആരും അവിടെ ഇല്ല. പ്രത്യേകിച്ച് ആരും അവിടെ ഇല്ല. പ്രത്യേകിച്ച് ആരും അവിടെ ഇല്ലെന്നേ, അതൊക്കെ തന്നെ ഉള്ളൂ. വിശേഷമൊന്നുമില്ല. അമ്മ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നില്ല. ഇപ്പം ഇന്ന് സൗച്ചട്ടാടാ കാണും. ചേച്ചി ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഇന്ന് ഓഫാണ്. ആ പ്രാർത്ഥനയല്ലേ എപ്പോഴും. ഇവിടെ വന്നിട്ടേ ഇല്ലേ? ആഹാ, കഴിഞ്ഞ ദിവസം വന്നിട്ട് അങ്ങ് പോയതോ, മറന്നുപോയോ? ആരാ? സാബുവാണോ? കഴിക്കണ്ടേ? ഇരിക്കുവല്ലേ, കഴിക്കണ്ടേ? അതിൽ ഞാൻ ഓട്സ് ഉണ്ടാക്കാനായിട്ട് പാല് പിടിപ്പിച്ചിട്ട്. കപ്പേ ഗ്യാസാവും, ഉണക്കക്കപ്പ പച്ചക്കപ്പ കൊടുത്ത ഗ്യാസാവും. ഏതാ സാബുവാ? ആ ഇത് സാബുവിൻ്റെ വീടാ. ഇല്ല, അവർ ഓട്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. രാവിലെ കഞ്ഞി ഇട്ട് വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഇഞ്ചലീന സ്കൂളിൽ പോയോ? നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ പോകുന്നത്.
ഞാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അവിടുന്ന്. അവിടെയാണ് ആ അതിന് അങ്ങോട്ട് മാറി. ആ നമ്മുടെ വീട് കിഴക്കല്ലേ, ഇത് പടിഞ്ഞാറല്ലേ. ഇപ്പോൾ എവിടെയാണ് ഇവിടെ വീടില്ല, വീട്ടിൽ വഴിയല്ലേ, അത് കുഞ്ഞാപ്പി ചിറ്റപ്പൻ്റെ വീടല്ലേ. കൊടുത്തോ വിളിച്ചോ ഏത് സ്ഥലം? എവിടെ സ്ഥലം? ഇവിടെ താമസക്കാരില്ലേ എവിടെ പിള്ളേര്? എവിടെയാ? നമ്മുടെ വീട്ടിൽ അവിടുന്നില്ല ഇങ്ങനെ പോന്നേ ഇപ്പം. അതിന് അങ്ങോട്ട് പോയി ഇവിടെ സൗകര്യം. ആ ഇവിടെ നമ്മുടെ പുറകിലല്ലേ, നമ്മുടെ കിഴക്കുവശത്തല്ലേ. നമ്മുടെ വീട് ഈ വീടിൻ്റെ കിഴക്കുവശത്തല്ലേ. ഇതോ നമ്മുടെ വീടേ. വീടോ? ആ തറവാട്. ആ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയില്ല. വൈകിട്ട് വന്നില്ല ഇപ്പോഴാണോ വൈകിട്ട് എവിടെയായിരുന്നു? എല്ലാം വഴിയായിരുന്നു. ജോലിക്ക് പോകാൻ സമയമായില്ലേ? അവന് ജോലിക്ക് പോകാൻ സമയമായി. അവിടെ പണിയായിരുന്നു. എനിക്ക് വേണോ? ഇച്ചിരി തന്നെ ഇച്ചിരി. വേണ്ട കഴിച്ചോ? വേണ്ട. ശകലം കഴിച്ചോ? വാ. നീ തിരിഞ്ഞിരിക്കേ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എനിക്ക് വേണ്ട. ഈ നേരത്തിൽ ഇരിക്കൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഏത് നേരമായി നോർത്താ? കഴിച്ചോ? വേണ്ട 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 വേണ്ട. കഴിച്ചോ? ഏത് സമയം നോർത്താ അമ്മ കഴിക്കുന്നത്? രാവിലെയാ? നേരം വെളുത്തു വന്നല്ലോ. നേരം വെളുത്ത് മണി 9 9:30 കഴിഞ്ഞു. 9:30 വീട്ടിൽ അപ്പച്ചനെ ഇപ്പച്ചോളൂ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. വേണ്ട. ഇപ്പൊ വാരി കൊടുക്കണോ അച്ഛന്? തനിയെ തിന്നുന്ന പക്ഷെങ്കില് പുള്ളിക്കാണ് മീൻ ഭയങ്കര ഇതായതുകൊണ്ട് മീനങ്ങ് തിന്നോണ്ടിരുന്നത്. ആണോ? മീൻ തന്നെ എരിവ് പണ്ടേ ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോഴും എരിവ് ഇഷ്ടമല്ല. ഇവിടെയോ? 9 വർഷമായി. 9 അല്ലേ? 9 വർഷം താമസിക്കാൻ കിട്ടില്ല. വേണ്ട വേണ്ട. ഇവിടെ തന്നെ അങ്ങനെ പറഞ്ഞ ശരിയാണ്. കൊടുത്താൽ മതി, അമ്മ തന്നെ തന്നോളൂ. വേണ്ട വേണ്ട. തിരിച്ചില്ലേ? അതെന്നാ ചവയ്ക്കണ്ടല്ലോ, അങ്ങ് വെറുതെ വിഴിഞ്ഞു വിട്ടാ മതി. ചുമ്മാതെ അങ്ങ് തിന്ന് കിട്ടാ മതി. ഇല്ല, നമ്മ തന്നെ തിന്നെ തനിയെ. വേണ്ട വേണ്ട. എന്നാ പിന്നെ വേറെ കുറുക്കുണ്ടാക്കി തരാം ഞാൻ. കുറുക്കുണ്ടാക്കി തരട്ടെ? വേണ്ട ഒന്നും വേണ്ട. രാവിലെ കഴിക്കണ്ടേ? പിന്നെ രാവിലെ കഴിക്കണ്ടേ? ചായ കുടിച്ചില്ലേ? അത് മാത്രം ഒന്നും വേണ്ട. ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചോളൂ. ഭക്ഷണം ചെന്നില്ല ഓർമ്മ ഉണ്ടാകില്ലേ? ആരെയും മനസ്സിലാകത്തില്ല അമ്മയ്ക്ക് ഭക്ഷണം ചെന്നില്ലെങ്കിൽ. ഭക്ഷണമേ നന്നായിട്ട് ചെന്നില്ലെങ്കിലേ ഓർമ്മയൊന്നും ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ലേ? ഇല്ല, 5-6 മാസമായില്ലേ? 5-6 മാസമല്ല, 10 വർഷമാകാൻ പോകുന്നു. 10 വർഷം. 10 വർഷമാകുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. തോന്നിട്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. അങ്ങനെ കാര്യം പിള്ളേർ ഏഞ്ചലി അൽമീൻ, അതാണ് 2 പിള്ളേര്. അവർക്ക് എന്നാ പ്രായമുണ്ടല്ലോ? അവരൊരാള് PDCക്ക് പഠിക്കുന്നു. ഏഞ്ചലി മതി വേണം, എനിക്ക് വേണ്ട. പറയാതെ കഴിക്കാതെ പറ്റില്ല. സീനിയറായിട്ട് പഠിച്ച പിള്ളേരാണ്. അവിടെ പഠിച്ചവരാണ് റാണിയും സാലിയൊക്കെ അല്ലേ? റാണിയും സാലി. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഒരു വായും കൂടെ. തപ്പിക്കാൻ മതി. അത് അമ്മയ്ക്ക് തോന്നുന്നതാ. അല്ല, റാണിയുടെ ഞാൻ കണ്ടായിരുന്നത്. ഹായ് ലീലാമെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടിട്ടില്ലാത്ത അല്ലേ? കൊടുത്തക്കാരുടെ വീടൊക്കെ അല്ലേ? ചേർത്തനത്തക്കാർ ഇവിടെ എവിടെയാ? അത് അമ്മയ്ക്ക് അത് കൃത്യം ഓർമ്മ കണ്ട് പറയുകയും ചെയ്യും.
വേണ്ടവ. കുഞ്ഞേപ്പിറ്റമ്മന്റെ അമ്മ അറിയത്തില്ല. കുഞ്ഞേപ്പിറ്റമ്മന്റെ വീടൊന്നും അറിയത്തില്ല. അതെ എന്നാൾ പറഞ്ഞായിരുന്നു കുഞ്ഞപ്പിൻ്റെ ഇല്ലെന്ന് ചോദിച്ചായിരുന്നല്ലോ. മകൾ വെള്ളം കുടിക്കണം. വെള്ളം തരാം. അവിടെ താമസിക്കാനാരാ? ഒരു രാജ്യത്തായി രാജു അതാ രാജു ഇല്ലേ ചേലത്തോണ്ടത്തിലെ? ആണോ? ആ ഞാൻ കഴിച്ചില്ല. അതിന് ആ അത് ഇച്ചിരി അവനെ അവിടെ കിടന്ന് ഉറങ്ങുമല്ലേ. ഇച്ചിരി കൂടെ കഴിച്ചോ. അതെ വയറ്റിൽ നിന്നും പൊയ്ക്കോളും. തുപ്പി വെക്കുക. സമയം തെറ്റി കഴിച്ചാൽ ദഹനക്കുറവുണ്ടോ? സമയമല്ലമ്മേ, ഇത് കറക്റ്റ് ടൈം അമ്മയ്ക്ക് തോന്നുന്നതാ. അത് ഈ നേരത്തൊന്നും കഴിക്കുകയല്ല. രാവിലെ ഉച്ച കഴിയുമ്പോഴത്തേനെ കഴിക്കും ഇതൊക്കെ. അതിൻ്റെ വെച്ചൊരു കഞ്ഞിയോ ചായയോ കുടിക്കും. ഇത് ഈ സമയത്ത് നിങ്ങൾ കഴിക്കാറില്ല അല്ലേ? രാവിലെ ചിലപ്പം അങ്ങനെ അധികം കഴിക്കാറില്ല. കപ്പ കഴിപ്പ് വൈകുന്നേരം ആയിരുന്നല്ലോ അമ്മയുടെ. അതാണ്. കഴിക്കേ ഇച്ചിരി കൂടെ കഴിച്ചോ. കഴിക്കുക ഇച്ചിരി കൂടെ കഴിക്കേ. കഴിച്ചില്ല. ഗുളി കഴിക്കാനുള്ളല്ലേ. മരുന്നേ മരുന്നുണ്ട്, മരുന്ന് കഴിക്കണം. വിശക്കും, ഇവിടെ എല്ലാം എരിഞ്ഞു വരും. മരുന്ന് കഴിക്കാനുള്ള ഗുളിക കഴിക്കാനില്ലേ? ഇത് വേണ്ട. ഇച്ചിരി കൂടെ കഴിച്ചാൽ മതി. വേണ്ട മോളെ, ഒരു കണക്കുണ്ട്. ആ കണക്കിന് മതി. നമ്മുടെ പണ്ടത്തെ ചിന്തകൾ. കപ്പയാ. ഞാൻ മരുന്ന് വന്നോളാം. മരുന്ന് വന്നോളാം. ഗ്യാസ് വരുവാണ്. വയറ്റിൽ നന്നായിട്ട് പോട്ടെ. വയറ് ശുദ്ധമായ മനുഷ്യൻ്റെ എല്ലാം നന്നായിട്ട് നടക്കും. ഒരു വയറ് അത് തിന്നണ്ട, ദഹിക്കണ്ട. അതേതെല്ലാം വെന്ത കപ്പകളാണ്. എന്താണ് ഇന്നലെ ജോമോള് വെച്ചിട്ട് പോയതാണ് തോന്നുന്നു കട്ട. ഞങ്ങളവിടെ പോയി പൊടിച്ചിട്ടുണ്ടോ? അവിടെ അവിടെ ചിറ്റപ്പൻ്റെ കപ്പ പറിച്ചായിരുന്നല്ലേ. കപ്പക്കോലയിൽ തിന്നതല്ലേ. നല്ല കപ്പയാണോ? വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്നെ ഓടിക്കും. ചുമ്മാ തോന്നല്. അല്ലല്ല, ഒന്നും പറ്റിയാത്തൊന്നും കഴിക്കത്തില്ല. ആരാ ഓടിക്കുന്നത്? കഴിക്കേ ഇച്ചിരി കൂടെ കഴിക്കേ. വേണ്ട. രാവിലെ കപ്പ വേണ്ട, വേറെ വല്ലതും മതിയാ? ഇച്ചിരി പോലും വേണ്ട. ഇന്നത്തില്ല. ഇച്ചിരി ഓട്സ് വല്ലതും ഉണ്ടാക്കി കൊടുക്കാം. ഓട്സ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വീട്ടിലാണ് ഒരു അർത്ഥ തിന്നിയുടെ തിന്നത്തില്ല. വിശപ്പ് കുറവാണ്, ദഹനക്കുറവുണ്ടാവും. മതി. അപ്പം അമ്മേനെ ചേച്ചി അമ്മ കൊണ്ടുവരികയാണ്. ചേച്ചി നാളെ ഓഫാണ്. അപ്പം കാര്യങ്ങളെ നോക്കി കൂടുമല്ലോ. അപ്പം അമ്മയ്ക്ക് രാവിലെ ഗുളികയുണ്ട്. അപ്പം ഗുളിക അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം. ഇനി അങ്ങോട്ടൊക്കെ പറഞ്ഞെന്ന് പറയാനങ്ങ് വിട്ട് അവനവിടെ ഉണ്ടല്ലോ, വേനുണ്ട്. എല്ലാം പറയുവാണെങ്കിൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിച്ചില്ലല്ലോ. ആ ഒന്നും കഴിച്ചില്ലല്ലോ. എപ്പം കഴിച്ച്? ഇപ്പോൾ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ഒന്നും കഴിച്ചില്ല. ഇച്ചിനോട് കഴിക്കണം. ഞാൻ കണ്ടോണ്ടിരുന്നല്ലേ. അത് വഴിയല്ലേ, വഴിയല്ലേ. വഴിയാ കൂടെ ആൾക്കാർ പോകുന്ന. കറിയില്ല അവള് വെച്ച് വെച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ള കറി വെച്ച് വെച്ചിട്ടുണ്ട്. കഞ്ഞി മാത്രം ഉണ്ടാക്കിയാൽ കഴിപ്പിച്ച കഞ്ഞി ഞാൻ വാർത്തിട്ട് പോകുന്നത്. പിന്നെ ഓട്സ് രാവിലെ ഓട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓട്സ് എല്ലാ ദിവസം മിക്കവാറും രാവിലെ ഓട്സാണ്. അമ്മയ്ക്ക് ഉണ്ടാക്കണ കൂടെ ഞങ്ങളും കഴിച്ചു. ഏത് എവിടെ കിടക്കണം? അത് ചെടിച്ചട്ടിയില്ലേ? ചെടിച്ചട്ടികളാണ്. ചെടിച്ചട്ടിയില്ലേ? ചെടിച്ചട്ടി. ചെടി
വെളിച്ചട്ടിയോ? ആ പിള്ളേരെ സ്കൂളിൽ പോയില്ലേ? പിള്ളേരെ ഒരു സ്കൂളിൽ പോയി. അവിടെ സ്കൂളിൽ പോയതാ. ഇത് പുസ്തകം ഇതല്ല. ആ അത് എഞ്ചിനീയർ പഠിക്കുന്നതല്ലേ. എന്നാത്തിൻ്റെ അത്? അവള് PDC പഠിക്കുന്നതിൻ്റെ പുസ്തകങ്ങളാ. പഠിക്കുന്ന പുസ്തകമാണോ? ആ പഠിക്കുന്ന പുസ്തകമാണ്. പള്ളിക്കൂടത്തിൽ ആ കാല് വേച്ച് പോകാം, നടക്കത്തില്ല. കിടക്കണം. അവിടെ കിടന്നോ മതി. ഇവിടെ കിടന്നു നമ്മുടെ സ്ഥലം തന്നെയാണ്. അത് അവരുടെയാ. കൊണ്ടുപോകാനല്ല. അതെ, ആ പ്ലാവ് മുഴുവൻ ചക്ക കഴിക്കണം. കൊണ്ടുക്കാലക്കാരല്ല അത്. ഇത് കൊണ്ടുക്കാലക്കാരുടെ അല്ല. ഇത് ഇത് വാദിക്കല സ്ഥലമല്ലമ്മേ, ഇത് പുറകിലത്തെ. എന്തായണ? ഇതേ മേരിയാമാന്റിയൊക്കെ ഇല്ലേ, അവരുടെ സ്ഥലമാ. കുഞ്ഞേപ്പിന്റെ സ്ഥലമല്ലേ? കുഞ്ഞാപ്പീറ്റപ്പന്റെ. കുഞ്ഞേപ്പിൻ്റെ കെൻറ്റിങ്ങര. അതൊക്കെ നേരത്തെ നമുക്ക് നമ്മുടെ സ്ഥലമല്ല. ആ അത് കുറച്ച് നമ്മുടെ ആയിരുന്നു. ആ എൽസീനെ കെട്ടിക്കാൻ പറ്റതല്ലേ? എന്നാ കൊടുത്ത? എൽസീനെ കെട്ടിക്കാൻ വേണ്ടി. അങ്ങയുടെ ഓളി ഒതുവരുന്നുണ്ടോ? ആ ഓളി മൊത്തം നമ്മുടെ ആയിരുന്നു. അല്ലേ തൂക്കണം. അവനെ തന്നെ എണ്ണ കണ്ട് നോക്കണ. ഞാനങ്ങ് പോവാ. ആ പശുവിനെ ഇറക്കി കെട്ടണം. പശുവിനെ ഇറക്കി കെട്ടണം. ഞാനങ്ങ് പോവാ വീട്ടോട്ട്. ഞാനും പോരുവാ. ഇപ്പൊ പോരുവാണോ? ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ. വൈകുന്നേരം പോവാ. പിന്നെ ഒരാൾ പിന്നെ കൊടുക്കാൻ വലിയ ആരെപ്പോഴായിരിക്കും തന്നെ എനിക്ക് പറ്റുമോ തന്നെ വരെ? ആ ചേച്ചി കൊണ്ടേയാക്കും. കൊച്ചുമ്മ ചൂടിയാണ് കിടക്കണം. ആ. ആണോ? പോകാം. പോകാം. പോരുവാണോ? പോരുവാണോ? അങ്ങോട്ട് പോകാം. ആ വീട്ടോട്ടല്ലേ? ആ പോകാം. ഇവിടെ നിന്നോ. ഒരു ദിവസം ഇവിടെ നിന്നോ. ഒരു ദിവസം ഇവിടെ നിന്നോളാനേ. എന്നാ ഒരു ദിവസം ഇവിടെ നിന്നോളാൻ. എന്നാ ഒരു ദിവസം ഇവിടെ നിന്നോളാനേ. ഇതാ ഒരു ദിവസം ഇവിടെ നിന്നോളാൻ. കിടന്നോളാനോ? ആ അത് ശരിയായി. ശരിയായില്ലേ? കുഴപ്പമൊന്നും പറ്റിയ. ഉറക്കം വരികയല്ലേ? പിന്നെ ഇവിടെ നേരത്തെ അങ്ങ് വരണ്ടേ. ആ എനിക്ക് വേല ഇപ്പോഴാകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ വീട്ടിലോട്ട് പോയാൽ പോരാ. ആ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. വീട്ടിൽ പോയിട്ട് വരാം. കൊണ്ടുവിടാവോ? വീട്ടിലേ പോയിട്ട് വരാന്ന്. വീട്ടിൽ പോയിട്ട് വരാന്ന്. നീയോ? ആ അത് ഞാനും കൂടെ പോരട്ടെ. ആ അമ്മച്ചിരാരും ഇവിടെ നിൽക്കി. വൈകുന്നേരം ആ ഇവിടെ ഇച്ചിരാരും നിൽക്കി. ഞാൻ വീട്ടിലോട്ട് പോയല്ലേ, എനിക്ക് അവിടെ പോയി കിടക്കാം. നമുക്ക് നാളെ പോവാ. നാളെ പോവാ. ഒന്നാലും മനസ്സിലാവില്ല. ഇനിയിപ്പം നാളെ പോവാം. വാ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കാം. നമുക്ക് അവിടെ എന്നാ പറ്റിയത് ചെയ്യണം. ഉറക്കം വരും. എന്നാ ഓർക്കാം. അമ്മ പോരണമെന്നും പറഞ്ഞ് ഉള്ള രീതിയിലാണ് നിൽക്കണേ. അപ്പോൾ ഞാനിങ്ങോട്ട് പോന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ചേച്ചിയോട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടേയാക്കാൻ പറഞ്ഞു. ഇപ്പോൾ വിവാൻ അവിടെ ഉണ്ടല്ലോ. വിവാന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഉറക്കമാണ് ഒരു പ്രശ്നം വരുന്നത്. അതായിരിക്കും. അമ്മ ഇങ്ങനെ പോകാൻ പറഞ്ഞ് നിൽക്കുവാടാ. അവിടെ ചെന്നിട്ട് നീ പോരാന്നും പറഞ്ഞിരിക്കും. ഉറക്കം നടക്കിയെന്നൊക്കെ പറയും. ഉണ്ടാക്കാൻ ഓട്സ് ഉണ്ടാക്കാൻ പറ്റേ. ഇപ്പം നമ്മൾ കഞ്ഞി കുനിച്ചിട്ടു. ഇനി കുഞ്ഞിപ്പശുവിൻ്റെ അടുത്ത് പോവുകയാണ്. കുഞ്ഞിപ്പശുവിന് കുറച്ച് തീറ്റയും കൂടെ കൊടുത്തേക്കാം. ഇല്ല അടിച്ചോ? ഒന്നും അടിച്ചില്ലല്ലോ. ഇത് ഉച്ച കഴിയുമ്പോഴത്തേനും കൊടുക്കാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന തീറ്റയാണേ. പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ കളിയായിരുന്നു അല്ലേ? കുറച്ച് കപ്പക്കൊല്ല എറിഞ്ഞിരിപ്പുണ്ട്. അതും കൂടെ അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിക്കുകയാണ്. അവൾ ഇട്ട് കൊടുക്കണം. ഇതിനൊന്നും അറിയത്തില്ല. അവളെ അഴിച്ച് പുറത്ത് കെട്ടിയിട്ട് കപ്പക്കോല് പുറത്ത് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുടിക്കുന്നില്ലേ?
അപ്പോൾ കപ്പാക്കോല അരിഞ്ഞ് അവൾക്ക് നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുത്തേക്കാണ്. പക്ഷേ ഒരാഴ്ച തിന്നുന്നുണ്ട്. പിന്നെ മഴക്കാറിൻ്റെ ശൈലൊക്കെ മാറി വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. മഴക്കാർ മൊത്തം പോയി. അവിടെ അണ്ണാറക്കണ്ണൻ അവിടെ കിടന്ന് ചിലയ്ക്കുന്നുണ്ടല്ലോ. ആ ചാണ ഞാൻ നേരത്തെ തൂത്തിട്ടാണ്, എന്നാലും അവൾ കുറച്ചും കൂടെ തൂറി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്യണം. അപ്പം അമ്മ അങ്ങ് പോയതുകൊണ്ട് ഞങ്ങൾ ഓട്സ് മാറ്റി കഞ്ഞിയാക്കി. അപ്പോൾ വിമാനം തന്നെ കറിയൊക്കെ ചൂടാക്കണം. നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതും ചൂടാക്കണം. ചോറ് നോർത്താൽ മതി, കറി നോർത്താൽ മതി. അമ്മ ഉറങ്ങിക്കോ, ഉറക്കം വരുന്നേ ഉറങ്ങിക്കോ. വീട്ടിലോട്ട് വിട്ടേക്കാം, ഒന്നും കൊണ്ട് വിട്ടേക്കാം പോലെ. കൊണ്ടേ വിടാം. ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോ, ഉറക്കം കഴിഞ്ഞിട്ട് പോകാം. ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ, അത് കഴിഞ്ഞിട്ട് പോവാം. ഉറക്കമൊന്നുമില്ല. അവനെ പഠിക്കണേ. ആൽവിൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ആൽവിൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. അതുകൂടെ കഴിഞ്ഞാൽ അതിന് ആ പഠനം തീർന്നല്ലേ. എഞ്ചിനീയറിങ്. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിയല്ലോ നാളെ. കുറേ നേരം കിടന്നു കഴിയുമ്പോൾ ഒന്നും മയക്കം പോലെ വരും, അത്രയേ ഉള്ളൂ. എന്നാലും പകൽ കിടന്ന് ശകലം ഉറങ്ങിയല്ല. എന്തൊരു ക്ഷീണമാണെന്ന് പറഞ്ഞാലും നേരത്തെ മുതൽ അങ്ങനെ ശീലിക്കഞ്ഞോണ്ട്. അതെ അതെ. ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചല്ലോ. ഞാൻ കുടിച്ചു. അവന് എത്രയല്ല പഠിക്കണം? അവൻ ഡിഗ്രിക്ക്. ഏതോ പെണ്ണ് PDC ഫസ്റ്റ് ഇയർ. PDC. കുട്ടുവിനെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? കുട്ടുവിനെ? അതാരാ? കുട്ടുവോ? കുട്ടു അവരുടെ മകനല്ലേ, സാബുവിൻ്റെ. സാബുവിൻ്റെ അല്ല, ടോമേഡിയാണ്. ചങ്കരിനെ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ചങ്കരിനെ ഓർമ്മയുണ്ടോ? പിന്നെ അവരെവിടെയാ അമ്മ? അവിടെയാ അവിടെയല്ലമ്മേ, ഓസ്ട്രേലിയയില. അവിടെയാണ്. അവിടെ ആയിപ്പോയോ? എന്നാൽ ഇനിയിപ്പോൾ എളുപ്പം വരികയായിരിക്കും. അവൾ തന്നെയുള്ളൂ. അവരെല്ലാവരും പോയില്ലേ? ലിസി ചേച്ചി, ചേട്ടായി, പിള്ളേരും. അമ്മയൊന്നും പോയില്ലല്ലോ. ഇല്ല. പിള്ളേരും. അമ്മയല്ലേ ഇവിടെ ഇരിക്കണേ? അമ്മയല്ലേ ഇവിടെ ഇരിക്കുന്നു? അല്ല, വല്യമ്മ, അവിടുത്തെ വല്യമ്മ പോയില്ല. മരങ്ങാട്ടുപള്ളിയിലെ കാര്യമല്ലമ്മേ പറഞ്ഞ്, നമ്മുടെ ചേട്ടായിയുടെ കാര്യമാണ് പറഞ്ഞ്. മരങ്ങാട്ടുപള്ളിയിലല്ലേ അവർ ഇവിടെയല്ല, അവരുടെ വീട് ആയാങ്കുടി. ആയാങ്കുടി. അങ്ങോട്ട് ഇവിടുന്നൊക്കെ കയറണ്ട, അവിടെ ആ ഭാഗത്ത് കണ്ടൊക്കെ വിവീനായിക്കറിയാം. വിവീനായിക്കറിയാം അല്ലേ? വിവീന എന്തേ വന്നായിരുന്നോ? വിവീന എന്തേ? അവളെവിടെ പോയി? അവളല്ലേ വീട്ടിൽ. ഇനിയിപ്പോൾ അവൾ പോയല്ലേ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി. നേഴ്സിങ്ങൊക്കെ പഠിച്ച് തീർന്നിരിക്കുക. ജോലിക്ക് പോയാൽ മതി. ജോമോൾ എന്തേ? ജോമോള് എന്തേ അവിടെ ഉണ്ടോ? അവിടെ പോവാന്ന്. അവളവിടെ ഉണ്ടോ? ജോമോളുണ്ടോ? ജോമോളോ? പിന്നെ അവിടെ പോവും. അവളല്ലേ കുടുംബത്ത് ജോലിക്കുള്ളൂ. മറ്റവരൊക്കെ വന്നാൽ പോയില്ലേ, അധികം താമസിക്കാൻ പറ്റിയില്ലല്ലോ. അമ്മമാരെ കൊണ്ടോ അപ്പന്മാരെ കൊണ്ടോ ഇപ്പോൾ ഇങ്ങനെ വലിയ കാര്യമൊന്നും പറ്റിയാലോ, അത് ഓർമ്മയില്ല, ഒന്നും ചെയ്യാനും പറ്റിയ. ഭക്ഷണം വരെ കൊടുത്താൽ അത് വേണ്ട തരത്തിക്കൂടെ കൊടുത്തില്ലേ, ഇല്ല ഇച്ചിരി കൂടുതൽ കുറവ് വന്നു. ഇതെല്ലാം അവതാളമാണ്, കുഴപ്പിച്ച് കളി. നാളെയൊക്കെ ചെല്ലുമ്പോൾ എന്നെ വഴക്കായിരിക്കും അമ്മ. എന്നാ പറയും അമ്മ? ഇവിടെ താമസിച്ചതിന്. ആണോ? കന്നാലിയൊക്കെ കെട്ടിയ അവളെ. കന്നാലിയൊക്കെ കെട്ടി. ഇനിയിപ്പോൾ അതൊക്കെ തീറ്റയും വെള്ളം കൊടുത്തു. തീറ്റയും വെള്ളമൊക്കെ ജോമം കൊടുത്തു. കൊടുത്തോ?
കിടക്കാൻ പോവാൻ ഉം. വിചാരിച്ച് ഉം. കിടക്കണ്ട നട്ട് വെച്ച് വെച്ച് കിടക്കണമായിരുന്നു. ഉം. പോയിട്ട് വന്നതാ. ഏഹ് പോയിട്ട് വന്നതാണ്. വന്നാ അത് ശരി. നീ കുളിക്കണ്ടേ? ആ കുളിക്കണേ പതുക്കെ വിളിക്കാലോ. നീ ഇപ്പൊ ഇന്ന് കുളിക്കാൻ വിചാരിക്കും അല്ലേ? ആ രസത്തില്ലല്ലോ. ഞങ്ങൾ വീട്ടിലോട്ട് പോയില്ലായിരുന്നു പിന്നെ. ഇല്ല. ആവി എത്തുമില്ല. ആവിയില്ല, വെയിലും കുറവില്ല. ഇപ്പൊ തന്നെ സമാധാനമുണ്ട്. ഇന്ന് പോയില്ല, വൈകുന്നേരം ആകുമ്പോ ഒന്ന് കൊണ്ടേ ആക്കണം. കാരണം എന്നാ ഇവിടെ പെട്ടി തപ്പുന്നുണ്ട്, അലമാരയില്ല, എന്റെ കട്ടില് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ ആ വൈകുന്നേരം അവിടെ കിടന്നോളൂ. ഉം. ആ കൊച്ചാണോ വാദമൊക്കെ? ഞാൻ എവിടെ പോയിട്ട് വന്നാ? സ്കൂളില് ഏഹ് സ്കൂളില് പള്ളിക്കൂടത്തിൽ തന്നെ. അന്നേരം എവിടെയാ പഠിക്കണം? കോന്നല്ലൂര്. എവിടെയാ? കോന്നല്ലൂര്. ഓസൊന്നുമില്ലാണ്. ആ അവിടെയാണ്. ഇവിടുത്തെ പഠിത്തം നല്ലതാണോ? എളുപ്പമാണോ? ഈ വർഷമാണോ ആദ്യം പോയത്? കഴിഞ്ഞ കൊല്ലം പോയായിരുന്നോ? ഇല്ല. ഇവിടുത്തെ സാറന്മാരൊക്കെ നല്ലതാണോ? അരിയാക്കാരൻ അവരെന്തായാലും ഇപ്പം എത്ര നേരം പഠിക്കണം? മുഴുവൻ PDC. ചായ കുടിച്ചായിരുന്നു. ചായ ആയോ? ആ ഉച്ചക്ക് ചോറ് കഴിച്ചോ? ഏ ഉച്ചക്ക് ചോറ് കഴിച്ചായിരുന്നോ? കഞ്ഞി കുടിച്ചായിരുന്നോ? എന്നാ കഞ്ഞി കുടിച്ചായിരുന്നോ? കഞ്ഞി വൈകിട്ടൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചു. ആ കൊച്ചിനിപ്പം വീടും തുടങ്ങിയ ജോലി. ഉറക്കം പോയോ? ഉറക്കം കഴിഞ്ഞോ? ഉറക്കം ഇല്ലേ? ആരും അറിയും. ആ ഓരോരോ കൂട്ടം എടുത്തോണ്ടിരിക്കുക. ആണോ? പിന്നെ കട്ടിലെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? കട്ടിൽ മാറി കിടന്നിട്ടായിരിക്കും. എന്നാ ആലോചിക്കുമായിരുന്നു? ഉച്ചക്ക് എന്റെ കട്ടിലും കാണുന്നില്ല, എന്റെ ബാഗ് കാണുന്നില്ല, പെട്ടിയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആ ഉച്ചയ്ക്കല്ലേ. അപ്പൊ ഞാൻ ഓർത്ത് രാത്രി ഇവിടെ കിടക്കില്ലായിരുന്നു. ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നില്ലേന്ന്? ഉറക്കോ? ആ ഉറക്കമൊക്കെ വരും. ആ നമുക്കത് അവിടെ ഞാൻ വന്ന് ബോധിച്ചിട്ടില്ല കേട്ടോ. അതെനിക്കും തോന്നി. ഈ കഴിപ്പിലാണ്. എന്നാ സംഗതി കാണണം. എന്നാ എന്നാ വണ്ടി എത്ര വേണം? വണ്ടിയോ? ഇതോ? എനിക്കങ്ങനെ ഇതാരെ വണ്ടിയത്? ഇത് വണ്ടി. ഇത് വണ്ടി? ഇതാരെ? ഇത് വണ്ടിയില്ല. ഇതാരും ഈ വണ്ടിയില്ല. ഇങ്ങനെ വണ്ടി. ആ അതാരെ ഇത്? അത് വലിയ വണ്ടി. ആ വലിയ വണ്ടി. ഇതൊക്കെ എവിടെ നിന്ന് വന്നോ? ഇതിവിടെ കണ്ടില്ലായിരുന്നോ? അതൊന്നും ഇവിടെ കണ്ടില്ലായിരുന്നോ? ആ വണ്ടിയൊന്നും ഇവിടെ കണ്ടില്ലായിരുന്നോ? ആരെ? അമ്മ കണ്ടില്ലായിരുന്നോ? അത് 2-3 പ്രാവശ്യം ചോദിച്ചു. ആ ഞാൻ കേട്ടോ. കണ്ടില്ലേ? വന്നത് പോലും ഞാൻ അറിഞ്ഞു. ആണോ? ആരെ വണ്ടിയത്? അവിടെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടുകൊണ്ട് സ്ഥലമാണ്. ആ വണ്ടി കിടന്ന സ്ഥലമല്ലേ? അത് പോർച്ചല്ലേ? പോർച്ചാന്നേ, പോർച്ച്. പുറത്തോ? പോർച്ച്. ഓട്ടോ? പോർച്ചാന്ന്. ഓട്ടോ? കാർ പോർച്ച്. വണ്ടി ഇടുന്ന പോർച്ചല്ലേ അത്? ഓട്ടോ? തോർത്തല്ല, പോർച്ച് പോർച്ച് പോർച്ച്. ഓർച്ചോ? ആ എനിക്ക് പറയണം. ഒന്നും മനസ്സിലാകുന്നില്ലേ? വെളിവില്ലാത്ത ഓർത്താൻ ആണോ? ഉറക്കത്തിൽ നിന്ന് വന്നതാന്ന് തോന്നുന്നു. അവരെല്ലാം ചിരിക്കുക. അമ്മൂന് തമാശ കേട്ട് അവരെല്ലാരും ചിരിക്കുകയാണ്. ഓരോ കാലത്ത് ചിരിക്കുന്നവരെല്ലാം ചിരിച്ചു പോകും. എന്തോന്നുണ്ടല്ല എന്നെ അടയാളം പിടിക്കാൻ നടക്കുക. ഉടനെ വേറെ ഒരു നല്ല കാര്യം നടത്താൻ ആണോ? അതൊരു രോഗം. ആ ഉറപ്പായിട്ട് എന്നാ പറ്റിയേ? അത്യാവശ്യമായ കാര്യത്തിന് കൊള്ളാവുന്ന ഒന്നും കയ്യിലില്ലത്. ആ മൊത്തം മോശമല്ലേ? ഞാനെന്താ ഇങ്ങനെയൊക്കെ സമയത്ത് വന്നോണ്ടല്ലോ. മണി 10 നിങ്ങളെയൊക്കെ രാത്രിക്ക് ഇങ്ങനെ ഉറക്കമൊക്കെ കളഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കാൻ നല്ല കാര്യമാണ്. വൈകിട്ട് കുത്തിയിരുത്തിയല്ലേ? ഭാവിയിലേക്ക് വരുമ്പോൾ ആ നന്നായിട്ട് പഠിക്കും. വൈകിട്ട് കുത്തിയിരുന്ന് പഠിച്ചാലേ അവരും പഠിക്കുകയുള്ളൂ. നിങ്ങളിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിനാ ചെയ്യാനുള്ളത് നിങ്ങൾ ആലോചിച്ചെടുത്ത് ചെയ്യണം. ആ ഞങ്ങൾ ആലോചിച്ച് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ കിടന്ന് വായിട്ട് അലക്കിച്ചിട്ട് കാര്യം വായിട്ട് അളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലേ. ഫലമുള്ള കാര്യം. ആ ആ ആ ഞാൻ പോവാ, പൊക്കോട്ടെ. ഞാൻ പോവാ, പൊക്കോട്ടെ. പോവാണ് ആ അത് പോകാൻ വേണ്ടി ഇവിടെ കിടക്കണ്ടേ? എങ്ങോട്ടാ പോകണം? വീട്ടിൽ ഞാനും പോയിട്ടിപ്പോൾ. ഇല്ലേ? പിന്നെ ആ നേരം നാളെ പകൽ പോകും. പായ വരുന്നല്ലോ. പകൽ പോകുന്നു, രാത്രി പോയി എൻ്റെ ആ രാത്രി പോയി കിടന്ന് ഉറങ്ങേണ്ട വരും. രാത്രി പോയാൽ കിടന്ന് ഉറങ്ങേണ്ട വരും. പോവാം. ആ പിന്നെ എന്നാ ചെയ്യാനാ? ഒന്നുമല്ലാത്ത സമയത്ത് ചെന്ന് അവിടെ ഉറക്കാൻ പറ്റും. ഉറക്കം വരികയില്ലേ? അങ്ങോട്ടും ഇപ്പം ചെന്നാൽ ഉറങ്ങാനൊന്നും പറ്റിയല്ല, അവിടെ ഭയങ്കര വേഗം. അതിനാ ആരാ വേളം ഉണ്ടാക്കണേ? കുഞ്ഞുകുട്ടനാണ്. ഞാൻ കിടക്കാൻ പോവാം. ആ നീ ഇവിടെ കിടന്നാൽ മതി. ആ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നുമ്പോഴത്തേന് എൻ്റെ എല്ലാ പരിപാടിയും ചെയ്യും. ഞാൻ പോവാ, ഏ ഞാൻ പോവാ. ആ കാര്യം അപ്പോഴാരും പിടിച്ചിട്ടില്ല ആരെയും. ആ പിടിച്ചു നിർത്തിയിട്ടില്ല അല്ലേ? അങ്കളുള്ളവർക്ക് വന്ന് അങ്കളും പോകും. ആ പിന്നെ ഇവിടെ എന്നെ മറ്റുള്ളവരെ കാത്ത് നിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ചെറുകാരിലാണ് കടയിൽ. പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നല്ലേ? എന്നാ പൊക്കോട്ടെ. പോകാൻ വേണ്ടി ആരോടെ ചോദിക്കണം? ആ അമ്മയോട് ചോദിച്ചിട്ട് വേണ്ട പറഞ്ഞിട്ട് വേണ്ട പോകാൻ. എന്നാ അമ്മയോട് പറഞ്ഞിട്ട് വേണ്ട പോകാൻ. ഏതാമ്മയോട്? എൻ്റെ അമ്മയോട്, ഏലിക്കുട്ടി അമ്മയോടെ. ഇപ്പം എങ്ങോട്ടാ പോണേ? വീട്ടിലോട്ട്. വീട്ടിൽ വീട്ടിലോട്ടാണ്. ആ അവിടെ എന്നാത്തിനാ ഇപ്പം പോണം? അവിടെ പോയി കിടന്ന് ഉറങ്ങണ്ടേ? ആ അതിനാണ്. ആ ഉറക്കം പോകും. ആ എനിക്ക് ഉറങ്ങി രാത്രി മറ്റുള്ള കാര്യം കിടന്നു. ആ ഞാൻ കിടക്കാൻ പോകും. ആ മടുത്തു. മടുത്തോ? കിടക്കുവാണ്. ഒരു മയക്കം പോയി മയങ്ങിയില്ല. എന്തോ ഇല്ലാതെ. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.